ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് 3 ചലന നിയമങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 3 ലോസ് ഓഫ് മോഷൻ ആണ് ഉള്ളത്. ആരാ ഈ ലോസ് ഓഫ് മോഷൻ ഒക്കെ കണ്ടെത്തിയത്? ആരാണ് ലോസ് ഓഫ് മോഷൻ? സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടെത്തിയത്? ലോസ് ഓഫ് മോഷനുകളെ അല്ലെങ്കിൽ ആ 3 ലോസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ബോഡി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ, ചലിപ്പിക്കണമെങ്കിൽ, ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കണം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ്, ബലം കൊടുക്കണം അല്ലെ. അങ്ങനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഉള്ള സാധനം സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് മാറണമെങ്കിൽ ഫോഴ്സ് കൊടുക്കണം. അത് വെറുതെ ഒരു ഫോഴ്സ് കൊടുത്താൽ പോരാ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുള്ള ഫോഴ്സാ കൊടുക്കേണ്ടി? ഒരു ബോഡീനെ എങ്ങനെയുള്ള ഫോഴ്സാ കൊടുക്കേണ്ടത്? ഒന്നത് അൺബാലൻസ്ഡ് ആയിക്കാരം. അൺബാലൻസ്ഡ് ആവണം, അയക്കാരം എന്നല്ല, അൺബാലൻസ്ഡ് ആവണം, എന്നാലേ ആ ബോഡി മൂവ് ചെയ്യും. അൺബാലൻസ്ഡ് ആയിരിക്കണം. അതോടൊപ്പം എന്തും കൂടി ആയിരിക്കണം? എക്സ്റ്റേണലും കൂടി ആയിരിക്കണം. അപ്പൊ ഇതിനെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൺബാലൻസ്ഡ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ബാലൻസ്ഡ് എന്നുള്ളത്. അതെന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. എക്സ്റ്റേണൽ എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റേണൽ എന്നുള്ളത്. അപ്പൊ അത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താലേ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു ബോഡി മൂവ് ചെയ്യും. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു ബോഡി മൂവ് ചെയ്യും. അത് നമുക്ക് കിട്ടി. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന് സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് മാറണമെങ്കിൽ ഈ പറഞ്ഞ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോക്കാം നേരെ തിരിച്ച്. സ്റ്റേറ്റ് ഓഫ് മോഷനിലുള്ള ഒരു സാധനം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് വരണമെങ്കിൽ, അതായത് ഒരു ഫുട്ബോൾ ഇട്ടോ, നമ്മൾ ഒരാളിങ്ങനെ ഫുട്ബോൾ തട്ടുകയാണ്. ആരാ തട്ടിന്ന് അറിയോ നിങ്ങള്? നമ്മളെ അഫ്നിത് ഒരു ഫുട്ബോൾ തട്ടിയപ്പോ ആ ഫുട്ബോൾ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അപ്പുറത്ത് അദ്നാനുണ്ട്. അദ്നാൻ എന്ത് ചെയ്തു എന്നറിയോ? ആ ഫുട്ബോളിനെ അവിടെ നിർത്തണം. അദ്നാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോള് അത് ഒറ്റയ്ക്ക് നിർത്തണമെങ്കിൽ അദ്നാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഫോഴ്സ്. ഒരു ബലം പ്രയോഗിക്കണം, ഒരു ഫോഴ്സ് പ്രയോഗിക്കണം. അതും എങ്ങനെ ഫോഴ്സ് പ്രയോഗിക്കണം? ഒരു മിനിറ്റ് കേട്ടോ. അപ്പോ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു സാധനം സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് മാറണമെങ്കിൽ ഫോഴ്സ് പ്രയോഗിക്കണം. അതേപോലെ തന്നെയാണ് ഒരു എന്താ പറയാ, ഒരു ഫുട്ബോൾ ഇങ്ങനെ ഉരുണ്ട് വരികയാണെങ്കിൽ അതിനെ നിർത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിലേനും ഇങ്ങനെ ചലനാവസ്ഥയിലുള്ള ഒരു സാധനത്തിനെ നിശ്ചലാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിലും നമ്മൾ ഫോഴ്സ് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ ഒരു ഇറക്കത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരാളല്ലേ നമ്മളെ ആര് നിൽക്കുകയാണ്? ദിൽനദാസ് ഒരു എന്താ പറയാ, ഒരു നേരെ ഇറക്കത്തിന്റെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മുകളിൽ നിന്ന് വലിയൊരു ലോറി ഇങ്ങനെ ബ്രേക്കൊക്കെ പോയിക്കാണ്ട് ഉരുണ്ട് വരുന്നുണ്ട്. അപ്പൊ ദിൽനദാസ് പാവം വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ആ ലോറീനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരൊറ്റ തള്ളല്, ഇങ്ങനെ മറ്റേ തള്ളലല്ല, ഈ തള്ളല്. അപ്പൊ ഇങ്ങനെ തള്ളിക്കൊടുത്താലേ ആ ലോറി അവിടെ നിൽക്കോ? എന്താ ഉണ്ടാവുക? എന്തേലൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ അവിടെ? എന്തുണ്ടാകും? എന്താ ഉണ്ടാവുക മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലോറി ഇങ്ങനെ ഇറക്കത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോ ദിൽനദാസ് നേരെ പോയിക്കാണ്ട് ഓളിങ്ങനെ തല്ലിയാണ്ട് പിടിച്ചു. അപ്പോ ആ ലോറി എന്ത് ചെയ്യൂല? ആ ലോറി ഒക്കെ ശക്തി ഉണ്ടെങ്കിൽ, നല്ല ശക്തി ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ആനന്റെ പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലോറി അവിടെ കൊണ്ട് നിന്നു. അതായത് സ്റ്റേറ്റ് ഓഫ് മോഷനിലുള്ള ഒരു സാധനത്തിനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് മാറ്റണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് പ്രയോഗിക്കണം. ഇതേപോലെ തന്നെയാണ് അടുത്തൊരു സന്ദർഭം കൂടി പറഞ്ഞുതരാം.
നിങ്ങൾക്ക് മനസ്സിലായി? അപ്പൊ അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് മാറണമെങ്കിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കണം. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്നും സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നിന്നും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് മാറണമെങ്കിലും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോളിൽ നമ്മൾ ബോൾ ചെയ്തപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് നെറ്റടി എന്ത് ചെയ്യും? അത് തെറിച്ചങ്ങോട്ട് പോകും. അവിടെ അപ്പൊ എന്താ ഉണ്ടായി കാര്യങ്ങള്? ക്രിക്കറ്റിന്റെ ബോളിന്റെ ഡയറക്ഷൻ ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഒരു ബാറ്റ് കൊണ്ട് ഒരു ഫോഴ്സ് പ്രയോഗിച്ചപ്പോ ആ ക്രിക്കറ്റ് ബോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. എന്തിലാ മാറ്റം ഉണ്ടായത്? അവിടെ എന്തിലാ ചേഞ്ച് ഉണ്ടായത്? ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടായി അല്ലെ? അവിടെ ഡയറക്ഷൻ, ദിശയിലെ മാറ്റം ഉണ്ടായി. ചലിച്ചു വരുന്ന ഒരു ക്രിക്കറ്റ് ബോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ ബാറ്റിൽ തട്ടിയപ്പോ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ബാറ്റിൽ തട്ടുക എന്ന് പറഞ്ഞാൽ ബാറ്റ് കൊണ്ടൊരു ഫോഴ്സ് പ്രയോഗിച്ചു. ബാറ്റ് കൊണ്ട് ഇങ്ങനെ അടിക്കുക ചെയ്യാം. ബാറ്റ് കൊണ്ടൊരു ഫോഴ്സ് പ്രയോഗിച്ചപ്പോ അതെന്ത് ചെയ്തു? അതിന്റെ ഡയറക്ഷന്, അതിന്റെ ദിശയ്ക്ക് മാറ്റം വന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ പ്രയോഗിച്ചത് വെറും ഫോഴ്സ് അല്ല, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടെത്തിയത് സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയില് പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. ഇതിന്റെ തൊട്ട് മുന്നേ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയാം. ഗലീലിയോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഗലീലിയോ, നിങ്ങൾ കേട്ടേക്കണോ? ഗലീലിയോ ഗലീലിയോ മൂപ്പര് കണ്ടെത്തിയ ഒരു കാര്യം കേട്ടാ. മൂപ്പര് എന്താ കണ്ടെത്തിയെന്ന് വെച്ചാല്, ഗലീലിയോ എന്ന് കണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് അറിയുന്നത്? നമ്മളെ അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. ഒരു ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു തിയറി അനുസരിച്ച് പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നത് നോക്കട്ടെ. ഒരു സാധനം ചലിക്കണമെങ്കിൽ, ഒരു സാധനം മൂവ് ചെയ്യണമെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണോ? അതല്ല അതിന്റെ തുടക്കത്തിൽ മാത്രം ഫോഴ്സ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഫോഴ്സ് കൊടുത്താൽ മതിയോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതായത് ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സാധനം, ഒരു ബസ്സോ കാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ അതങ്ങനെ ഒരു സാധനം അത് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബാക്കിൽ നിന്ന് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണോ? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണോ? അതല്ല ഫസ്റ്റിലൊന്ന് കൊടുത്താൽ മതി, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് ആക്കാൻ വേണ്ടി നമ്മളൊന്ന് കൊടുക്കുക, പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണോ? അതല്ല അതിന്റെ ആവശ്യമില്ലേ? എന്താ നിങ്ങൾക്ക് തോന്നണേ? ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ആലോചിക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മളൊരു കാറ് തള്ളുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് തള്ളിക്കാണ്ട് വിട്ടാൽ കാർ ഓട്ടോമാറ്റിക് ആണ് പോകുന്നില്ലേ? നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കണം. ഒരു കട്ടില നമ്മൾ വലിക്കുകയാണെങ്കിൽ ആ കട്ടില വലിച്ചുകൊണ്ടേയിരിക്കണം. ഡെസ്ക് നമ്മൾ വലിക്കുകയാണെങ്കിൽ ആ ഡെസ്ക് വലിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരം നമ്മൾ തള്ളി നിൽക്കുകയാണെങ്കിൽ ആ മരത്തിന്റെ കഷ്ണം നമ്മൾ തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോഴത് മൂവ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇത് തന്നെയാണ് പണ്ട് കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നതും. ഗലീലിയോ വന്നിട്ടാണ് ഇത് അങ്ങനെ അല്ല എന്ന് തെളിയിച്ചത്. എന്താ കാരണം എന്നറിയോ? ഗലീലിയോ ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്തു. എന്താ എക്സ്പെരിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന ആ എക്സ്പെരിമെന്റ് തന്നെയാണ്. ഒരു ചെരിവുള്ള ഒരു സ്ഥലം, ഇപ്പുറത്തും അതേ ചെരിവുള്ള ഒരു സ്ഥലം. എന്നിട്ട് ഇവിടുന്ന് ഒരു സാധനം എടുത്താണ്, ഒരു ഉണ്ട, എന്തെങ്കിലും ഒരു ബോളോ എന്തെങ്കിലും ഇവിടുന്ന് ഉരുട്ടി വിട്ടു. അപ്പൊ എന്താണ്ടാവെന്നറിയോ? അതിങ്ങനെ വരും. ഇവിടെ തെറ്റിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ആവോ? ഇവിടെ സ്റ്റോപ്പ് ആവും തോന്നുന്നു. ഇല്ല, അതെന്താ ഇങ്ങോട്ട് കയറി പോല. ഈ സ്പീഡ് കൊണ്ട് ഇങ്ങോട്ട് കയറും. ഇങ്ങോട്ട് കയറുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗലീലിയോ എടുത്തതിനോടത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നു, ഘർഷണ ബലം ഇല്ലായിരുന്നു. ഈ സർഫേസിന്റെ ഇടയിലുള്ള ഘർഷണ ബലം അത്രയും അങ്ങോട്ട് കുറച്ചേക്കുന്നു. കഴിവിന്റെ പരമാവധി കുറച്ചിട്ടുണ്ട്. ഘർഷണ ബലം തീരെ ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ കൂടെയാണ് നമ്മളെ ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ സാധനം ഉരുട്ടിയത്. ഇതിങ്ങനെ ഇവിടെ തട്ടിക്കാണ്ട് ഇങ്ങോട്ട് കയറുമ്പോ പ്രത്യേകം നോക്കാം, ഇത് എവിടെ നിന്നാണോ ഉരുട്ടിയത് അവിടെ തന്നെ എത്തും. അതേ ഹൈറ്റ് തന്നെ എത്തും. ഇവിടെ നിന്ന് എത്തിയാ ഇവിടെ എത്തും. ഗലീലിയോ ഇവിടെ നിന്ന് എത്തിയാ ഇവിടെ എത്തും, വീണ്ടും ഇവിടെ എത്തും, വീണ്ടും ഇവിടെ എത്തും. ഇതിങ്ങനെ, അതായത് എങ്ങനെ വീണ്ടും എവിടെ എത്താന്നല്ലേ? ഇവിടെ തട്ടിയ ഇവിടേക്കും കയറി വന്നു. പിന്നെന്ത് ചെയ്യും? ഇവിടെ നിൽക്കോ? പിന്നെന്താ ഉണ്ടാവാ?
ഇത് റിട്ടേൺ പോകും, ഇങ്ങോട്ട് തന്നെ പോകും. ഇതിൽ കൂടെ ഇങ്ങോട്ട് തന്നെ കയറും, ഇവിടെ തന്നെ എത്തി. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറി, ഇവിടേക്ക് എത്തി. വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറി, ഇവിടെ എത്തി. വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കളിച്ചുകൊണ്ട് അത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. എപ്പോ ഘർഷണ ബലം ഇല്ല എങ്കിൽ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും ഇവിടെ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് ഗലീലിയോ പറഞ്ഞത്, സ്ട്രൈറ്റ് ലൈനിലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് മൂവ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? ഫോഴ്സിന്റെ ആവശ്യമില്ല. യൂണിഫോം വെലോസിറ്റിയില്, സ്ഥിര വെലോസിറ്റിയില്, യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ എന്താ പറയാ, ഒരേ വെലോസിറ്റി, സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ പിന്നെ എന്തിന്റെ ആവശ്യമില്ല? ഒരു ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്? നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ പറയാ? അസന്തുലിത ബാഹ്യബലം. അസന്തുലിത ബാഹ്യബലം കേട്ടോ. അപ്പൊ അസന്തുലിത ബാഹ്യബലം ഇല്ലെങ്കിലും സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തു അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്നാണ്. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തിന്റെ ആവശ്യമില്ല? നോട്ട് നെസസറി, നോട്ട് നീഡ് എ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അവിടെ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ആര് കണ്ടെത്തിയത്? മിസ്റ്റർ ഗലീലിയോ ഗലീലി കണ്ടെത്തിയത്. ഓക്കെ ആണല്ലോ. ഗലീലിയോ എന്ത് പറഞ്ഞു? അങ്ങനെ ഒരു ഫോഴ്സ് തന്നെ വേണ്ട എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം നമ്മളിപ്പോ അങ്ങനെയാണോ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇങ്ങനെയാണോ കാണുന്നത്? ഇതിപ്പോ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോ ഓക്കെയാണ്. അതല്ലാത്ത കേസിൽ ഒരു കാറ് തള്ളുമ്പോ, ഒരു മരത്തിന്റെ കഷ്ണം ഇങ്ങനെ വലിക്കുമ്പോ ഒക്കെ ഇതാണോ നമ്മൾ കാണുന്നത്? അവിടേക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ബലം കൊടുത്താൽ മാത്രം മതിയോ? പറ്റൂല. ഫുൾ ടൈം അവിടെ ബലം കൊടുക്കണം അല്ലെ? അതെന്തുകൊണ്ടാ അവിടെ ഫുൾ ടൈം ബലം കൊടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാ? അവിടെ എന്തുണ്ട്? അതിന്റെ ഇടയില് ഘർഷണ ബലം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇടയില് ആരുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ? ആ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ബലം കൊടുക്കേണ്ടി വന്നത്. ഘർഷണ ബലം ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഞാൻ എന്താ പറയാ, ഞാൻ ഈ സാധനം ഇവിടുന്ന് ഉരുട്ടി വിട്ടാലേ ഇത് ഖിയാമത്ത് നാൾ വരെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് ഗലീലിയോ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇടക്കിടക്ക് കൊണ്ടേക്കാണ്ട് തള്ളി കൊടുക്കണ്ട, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെ അതിന്റെ ഇടയിൽ എന്തുണ്ട്? ഘർഷണ ബലമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി അല്ലെ? നമുക്ക് എന്താ ഗലീലിയോന്റെ ഈ കാര്യം, പിന്നെ അതേപോലെ തന്നെ ആ 3 പോയിന്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും ചെയ്യാം. അപ്പൊ നിങ്ങള് നേരത്തെ എഴുതിയിട്ടുണ്ടാവുക, ലാസ്റ്റ് എന്താ എഴുതിയിട്ടുണ്ട് നോട്ടില്? ലാസ്റ്റ് എന്താ എഴുതിക്കണേ? ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ അസന്തുലിതമായ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് required for changing a state of rest to state of motion. അതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കോളി. അതിന്റെ താഴെ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം. An unbalanced external force is required. An unbalanced external force is required for എന്തിന്റെ ആവശ്യമാണ്? For changing state of motion. നമ്മൾ നേരത്തെ പറഞ്ഞു, മൂവ് ചെയ്തു വരുന്ന ഒരു സാധനത്തിനെ നിർത്തണമെങ്കിൽ, സ്റ്റോപ്പ് ആക്കണമെങ്കിലും നമ്മൾ എന്ത് പ്രയോഗിക്കണം? അവിടെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കണം. ഫോർ ചേഞ്ചിങ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കണം. ഓക്കെ, അതാണ് ഫോർ ചേഞ്ചിങ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, കോമഡ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്,
സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. പിന്നെ ഒരാളും കൂടി വേണ്ടേ? പിന്നെ ആരെയാ പറഞ്ഞത്? ആർക്ക് ചേഞ്ച് വരുത്താനും ഇത് ആവശ്യമാണ്. പിന്നെ എന്തിനു ചേഞ്ച് വരുത്താൻ അത് ആവശ്യമുള്ളത്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന് ചേഞ്ച് വരുത്താൻ ആവശ്യമാണ്, സ്റ്റേറ്റ് ഓഫ് മോഷന് ചേഞ്ച് വരുത്താൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ആവശ്യമാണ് മറ്റൊരാൾക്ക് ചേഞ്ച് വരുത്താനും ഇത് ആവശ്യമാണ്. ആർക്ക് ചേഞ്ച് വരുത്താനാ? ആരുടെ ചേഞ്ച് വരുത്താനാ? ആർക്കാ മക്കളെ ചേഞ്ച് വരുത്തണ്ടേ? ഡയറക്ഷൻ. ഡയറക്ഷൻ. ആൻഡ് ഡയറക്ഷൻ മൂന്നാമത്താണ്. ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. എഴുതിയോ? മൂന്നാൾക്കാർക്ക് ചേഞ്ച് വരുത്താൻ ഇത് ആവശ്യമാണെന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന് ചേഞ്ച് വരുത്താൻ ആവശ്യമാണ്, സ്റ്റേറ്റ് ഓഫ് മോഷന് ചേഞ്ച് വരുത്താൻ ആവശ്യമാണ്, ഡയറക്ഷൻ ഓഫ് മോഷന് ചേഞ്ച് വരുത്താനും ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ഒരു 3 പോയിന്റ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 3 കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഗലീലിയോന്റെ ഈ കാര്യം കൂടി ഒന്ന് എഴുതി കൊടുക്കുക. ഗലീലിയോ ഫൈൻഡ് ദാറ്റ്. ഗലീലിയോ ഫൈൻഡ് ദാറ്റ്. ഗലീലിയോ ഫൈൻഡ് ദാറ്റ് എന്ത് കണ്ടെത്തിയെന്നറിയോ നിങ്ങള്? ഗലീലിയോ ഫൈൻഡ് ദാറ്റ് ആൻഡ് ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ്, എ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് നോട്ട് റിക്വയർഡ്, and driving force is not required for, a driving force is not required for a body in uniform motion. A driving force is not required for a body in uniform motion. Uniform motion ഉള്ള ഒരു ബോഡിക്ക് എന്തിന്റെ ആവശ്യമില്ല? ഒരു ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ളതും ഗലീലിയോ ഫൈൻഡ് ചെയ്തു. ഇനി മലയാളത്തിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുക. മലയാളക്കാർ എഴുതിക്കോളൂ. എഴുതാൻ പറ്റുക എക്സ്പെരിമെന്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് എക്സാമിന് ചോദിക്കലേ ഇങ്ങനെ തരും, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രമൊക്കെ തരാറുണ്ട്. നോക്കാം, ഒരു ബോൾ ഇവിടെ തൂക്കിയിട്ടു. ഇങ്ങനെ ബോള് 3-4 ബോളുകൾ ഇങ്ങനെ തൂക്കിയിട്ടു. ഞാൻ ഇവിടുന്ന് ഒരു ബോള് വലിച്ചിട്ട് വിട്ടു. ചിലപ്പോ നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു ബോള് വലിച്ചു വിട്ടാലേ ഇത് ഇവിടെ നിന്നാണ്ട് തട്ടൂലേ? എന്താ ഉണ്ടാവുക? ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്യും? ഒരു ബോൾ തന്നെ തെറിച്ചു. ഇവിടുന്ന് ഒരു ബോൾ ആക്കി വിട്ടാല് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ബോൾ തന്നെ തെറിച്ചു. ഇനി 2 ബോൾ ഞാൻ അങ്ങനെ ആക്കിയിട്ട് വിട്ടാല് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 2 തെറിച്ചു. അങ്ങനെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇതിന്റെ ഒരു സംഭവം തന്നെയാണ്. നോക്കാം. അപ്പൊ അടുത്ത മലയാളക്കാരെ എഴുതിക്കോളി. ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥക്കോ ചലനദിശയ്ക്കോ, ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥക്കോ ചലനദിശയ്ക്കോ മാറ്റം വരുത്താൻ ആരാവശ്യമാണ്? ചലനദിശയ്ക്കോ മാറ്റം വരുത്താൻ ആരാവശ്യം? അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമാണ്. ഇതാണ് കേട്ടോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് തന്നെയാണ്. നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമാണ്. എഴുതിയോ? സംഭവം എന്താന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കണില്ലേ? ഇതിനി പല രീതിയിൽ പറയും. സംഭവം ക്ലിയർ ആയാൽ മതി. ഇത് പല രീതിയിൽ എന്ത് ചെയ്യും നമ്മൾ പറയും. ഇത് തന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇനി ഗലീലിയോ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം. നേർരേഖ സമപ്രവേഗത്തിലുള്ള ഒരു വസ്തുവിനെ, അടുത്തൊരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം. നേർരേഖ സമപ്രവേഗത്തിലുള്ള ഒരു വസ്തുവിനെ
ഒരു ബലത്തിന്റെ ആവശ്യമില്ല. നേർരേഖ സമപ്രവേഗത്തിലുള്ള ഒരു വസ്തുവിന് ഒരു ബലത്തിന്റെ ആവശ്യമില്ല. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ഇനി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ കുറിച്ച് പറയാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ കണ്ടെത്തിയ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ് എന്നുള്ളതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്നും നിങ്ങളോട് ചോദിക്കുന്ന സാധനമാണ്. ഇടക്കിടക്ക് ആൾക്കാർ കാണുമ്പോൾ വൈക്കുന്ന ചോദിക്കുന്ന സാധനങ്ങളാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം എന്താ എന്നുള്ളത് ചോദിച്ചു. ഇതിന് വേറൊരു പേരും കൂടി കിട്ടാം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന് ഒരു പേരുണ്ട്, രണ്ടാം ചലന നിയമത്തിന് വേറെ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ പേരുണ്ട്. ആ പേര് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് ആ പേര് പറയാം. നിങ്ങള് ഹെഡിങ് എഴുതിക്കോളൂ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇവിടെ കുറച്ച് സ്ഥലം വിടാം. ഇതിനൊരു വേറെ പേരും കൂടി ഉണ്ടല്ലോ, ആ പേര് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതണം. അപ്പൊ അതിനുള്ള സ്ഥലങ്ങൾ വിട്ടുവെക്കാം. ചെറിയൊരു പേരാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്നുള്ള ഹെഡിങ് എഴുതാം, ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ഫുൾ ആയിട്ട് ഒരു വരി, ആ വരി തന്നെ കൊള്ളാവുന്ന ചെറിയൊരു പേരും കൂടി ഉണ്ട്. വേറൊരു നിയമം കൂടി ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ എന്ത് നിയമാന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയും. എഴുതി ഞങ്ങള് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമത്തിൽ പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ ഏത് ബലം വേണം? എങ്ങനെയുള്ള ബലം വേണ്ടത്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം. എങ്ങനെയുള്ള ബല പ്രയോഗിക്കേണ്ടത്? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കണം. ഇനി അതല്ല, രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞോളൂ. നേർരേഖ സമചലനത്തിലുള്ള വസ്തുവിനെ അതിന്റെ ദിശ മാറ്റാനോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ നിശ്ചലാവസ്ഥയിലേക്ക് വരുത്താനോ വേണ്ടിയാണെങ്കിലും നമ്മളൊരു ബലം പ്രയോഗിക്കണം. എങ്ങനെയുള്ള ബല പ്രയോഗിക്കേണ്ടത്? അവിടെയും നമ്മൾ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം തന്നെ പ്രയോഗിക്കണം അല്ലെ? ഇതാണ് മക്കളെ എവിടെ പറയുന്നത് എന്നറിയുങ്ങള്? എവിടെയാണ് നമ്മള് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയില് പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇനി ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞത് തന്നെയാണോ ആ പറഞ്ഞത് എന്നുള്ളത് നോക്കിക്കളി. ഒരു ആദ്യം ഇംഗ്ലീഷ് പറയാട്ടോ. An unbalanced external force is required for changing a body in uniform. ഇനി മറ്റൊരു രീതിയിൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ every body continues to be in its state of rest. ശരിക്കും കേൾക്കാം, every body continues to be in state of rest or uniform straight line motion. unless എന്ന് പറഞ്ഞാൽ ഏതുവരെ എന്നുള്ളതാണ്. unless it compelled by an unbalanced external force, and unless it compelled by an unbalanced external force. ഇപ്പൊ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇനി മലയാളക്കാർക്ക് കൂടി പറഞ്ഞുതരാം. ഞങ്ങൾ ഒന്നാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞ ആ ഡെഫിനിഷൻ തന്നെ. അതായത് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ബോഡി നിശ്ചലാവസ്ഥയിലുള്ള ബോഡീനെ ചലിപ്പിക്കാനോ ചലനത്തിലുള്ള നേർരേഖ സമചലനത്തിലുള്ള വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ ഒരു അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമാണ് എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അല്ലെ, ഒരു വസ്തുവിൽ അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുക്കളും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞത് രണ്ടും ഒന്നാണോ? ആ രണ്ടും രണ്ടെണ്ണാണ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ മക്കളെ തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. എന്താ പറഞ്ഞറിയോ? ഒന്നാമത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒന്നാമത് നേരത്തെ പറഞ്ഞ അതേ സംഭവം പറഞ്ഞതാണ്. രണ്ടാമത് പറഞ്ഞതാണ്, നമ്മൾ അങ്ങനെ അസന്തുലിതമായ ബാഹ്യബലം, അൺബാലൻസ്ഡ്
പ്രയോഗിച്ചില്ല എങ്കിൽ, പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതിന് മാറ്റം വരൂല എന്നല്ല ഒന്നാമത് പറഞ്ഞേ? അങ്ങനല്ല പറഞ്ഞേ. അത് പ്രയോഗിച്ചാലാണ് എന്തിനു മാറ്റം വരുള്ളൂ? നിശ്ചലാവസ്ഥയിലുള്ള വസ്തു ചലനാവസ്ഥയിലേക്ക് മാറും, ചലനാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറും, അല്ലെങ്കിൽ അതിന്റെ ദിശയ്ക്ക് മാറ്റം വരും. എന്ത് പ്രയോഗിച്ചാലേ? അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിച്ചാൽ. അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിച്ചാല് ഈ മൂന്നവസ്ഥയിൽ നിന്ന് ആണ്ടും കണ്ടൊക്കെ മാറും, അല്ലെങ്കിൽ മൂന്ന് സാധനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഇനി ഇത് പ്രയോഗിച്ചില്ലെങ്കിലോ? ഈ ബലം പ്രയോഗിച്ചില്ലെങ്കിലോ? ഇതിന് മൂന്നിനും ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ? സംഭവം മനസ്സിലായി ഞങ്ങൾക്ക്? ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏത്? അസന്തുലിതമായ ബാഹ്യബലം, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലുള്ള സാധനത്തിന്മേൽ പ്രയോഗിച്ചാൽ എന്തിലേക്ക് മാറും? നിശ്ചലാവസ്ഥയിലുള്ള സാധനത്തിന്മേൽ പ്രയോഗിച്ചാല് ഇതാണ് അസന്തുലിതമായ ബാഹ്യബലം എന്ന് പറയുന്ന സാധനമാണിത്. ഇത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ പ്രയോഗിച്ചാൽ എന്തിലേക്ക് മാറും? സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക്, ചലനാവസ്ഥയിലേക്ക് മാറും. ഇനി ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ മുകളില് ഈ സാധനം എന്താ? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിച്ചാല് എന്ത് ചെയ്യും? അത് നിശ്ചലാവസ്ഥയിലേക്ക് മാറും, അല്ലെങ്കിൽ അതിന്റെ ദിശ മാറും, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഇത് പ്രയോഗിച്ചില്ലെങ്കിലോ? ഇതിനൊന്നും മാറ്റം ഉണ്ടാവില്ലല്ലോ. ഇതാണ് രണ്ടാമത് പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊന്നും പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാകൂല എന്നുള്ളതാണ്, ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങള് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് എഴുതിയിട്ട് അതിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബോക്സിലൊക്കെ വേണമെങ്കിൽ ആക്കി വെച്ചോളൂ, എഴുതിക്കോളൂ, എന്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. എവരി ബോഡി, ഡെഫിനിഷൻ എഴുതുമ്പോഴേ ഇതന്നെ എഴുതാമെന്നില്ല കേട്ടോ. ഈ സംഭവം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഞാനിപ്പോ പറഞ്ഞുതരാം. ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം കിട്ടാത്തുണ്ടെങ്കിലും ചോദിക്കണം. എവരി ബോഡി continues to be, every body continues to be, every body continues to be in, every body continues to be in state of rest, state of rest or uniform straight line motion, or uniform straight line motion, uniform straight line motion, unless ഏതുവരെ? unless it compelled by an unbalanced external force. It compelled by an unbalanced external force. It compelled by an unbalanced external force. Unbalanced external force പ്രയോഗിക്കുന്നത് വരെ ഈ ബോഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ എവിടെ പറയുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. ഇനി മലയാളക്കാർ എഴുതിക്കോളൂ, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഒരു ബോഡി അല്ല, ഒരു വസ്തു, ബോഡിന്റെ മലയാളം വസ്തു. ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ നേർരേഖ സമചലനത്തിലോ ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എഴുതിയോ മക്കളെ? ഒന്ന് വായിച്ചു നോക്കി. ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കും. ആ ഡെഫിനിഷനുകൾ, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ് എന്നുള്ളത് വായിച്ചു നോക്കിയിട്ട്
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയാ, ചെറിയ ബേസിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഫിസിക്സിന് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് എന്നും എന്താ പറയാ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി ആയിട്ടൊക്കെ പറയുന്ന, ട്രോൾ ആയിട്ടൊക്കെ ഇറങ്ങുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു സാധനമാണ് ന്യൂട്ടന്റെ ഈ 3 ചലന നിയമങ്ങൾ. അതൊരിക്കലും മറക്കാൻ പാടില്ല. കുട്ടികളെ കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറയൂ. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പൊ നമ്മള് ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പേര് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഇപ്പൊ നമ്മള് പുതിയൊരു സാധനം പരിചയപ്പെടാൻ പോവാ. ജഡത്വം എന്ന് മലയാളത്തിൽ പറയും. ജഡത്വം അത് കേട്ടേക്കുന്നത്? ജഡത്വം. ഇംഗ്ലീഷിലെ ഇനർഷ്യ എന്നും പറയും. ഇനർഷ്യ, ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വം. ഇതെന്താ വെച്ചാല്, ജഡം എന്ന് പറഞ്ഞാൽ എന്താ? ജഡം, ജഡം നിങ്ങൾക്ക് അറിയില്ലേ? ശവം. ഒരു ശവത്തിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഒരു ജഡത്തിന് സ്വന്തമായി ഇല്ല. സ്വന്തമായിട്ട് ഒരു ജഡം ഇങ്ങനെ കിടക്കേനു, കുറച്ച് കഴിഞ്ഞപ്പോ ആ ജഡം നീച്ചെങ്ങനെ നടക്കണു? ഉണ്ടാവോ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു ജഡം, നിശ്ചലാവസ്ഥയിലുള്ള ജഡം കുറച്ച് കഴിയുമ്പോ നീച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാ. നടക്കുന്ന കാര്യമാണോ? നടന്നു പോവാന്ന് പറഞ്ഞാൽ ചലനാവസ്ഥയിലേക്ക് മാറാം. നടക്കൂല. ഇനി ഒരു ജഡത്തിനെ നമ്മൾ ഉറ്റിയാണ് വിട്ടു. അപ്പൊ ഉറ്റി വിട്ടാല് ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് കുടിച്ച് കണ്ടോ നിൽക്കോ? ഇല്ല. ചലനാവസ്ഥയ്ക്ക് മാറ്റം വരില്ല. അത് തന്നെയാണ് ഈ ജഡത്വം എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കാം. ആ കഴിവില്ലായ്മ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയൂല? ചലനാവസ്ഥയിലേക്ക് മാറാൻ കഴിയൂല. ആ കഴിവില്ലായ്മല്ലേ, ആ കഴിവില്ലായ്മ ഉണ്ടല്ലോ, ആ കഴിവില്ലായ്മയെയാണ് ഇനബിലിറ്റി എന്ന് പറയും. ഇൻഎബിലിറ്റി എന്ന് പറഞ്ഞാല് കഴിവില്ലായ്മ. ആ കഴിവില്ലായ്മയെയാണ് നമ്മൾ ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയാ. അതൊരു ഇനബിലിറ്റിയാണ്. ഇനബിലിറ്റി, കഴിവില്ലായ്മയാണ്. ഇതിന് കുറച്ച് എക്സാമ്പിളും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ശരിക്കും നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ നോക്കാം. ഞാന് എന്ത് ചെയ്തു എന്നറിയോ? ഒരു പേപ്പർ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെന്റ് തന്നെ ആദ്യം പറയാം. ഒരു പേപ്പർ, ആ പേപ്പറിന്റെ മുകളിൽ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചു. ഒരു വാട്ടർ ബോട്ടിലാണ് ആ പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചതാണ്. നോക്കാം, ഒരു പേപ്പറിന് താഴെ പേപ്പറിന്റെ മുകളിൽ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഈ പേപ്പർ ഇങ്ങോട്ട് വലിച്ചു. വാട്ടർ ബോട്ടിൽ എന്താ സംഭവിക്കാം? വാട്ടർ ബോട്ടിൽ ഇവിടക്കോ? ഈ പേപ്പർ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ എന്തായാലും മറിഞ്ഞു വീഴും. ഇതെന്തുകൊണ്ട് മറിഞ്ഞു വീണു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ശരിക്കൊന്ന് നോക്കേണ്ടത്, നമ്മളെ വാട്ടർ ബോട്ടിലും പേപ്പറും ഇപ്പോ ഇവിടെ ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ്. ഇതിപ്പോ ഏതവസ്ഥയിലാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ? നിശ്ചലാവസ്ഥയിലാണോ ചലനാവസ്ഥയിലാണോ? ഈ വാട്ടർ ബോട്ടിലും ഈ സംഭവം നിൽക്കുന്നത് ഇപ്പൊ നിൽക്കുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. നിശ്ചലാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റില് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ്. നിൽക്കുമ്പോ ഈ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇത്രയും അല്ല ഞാൻ പറയണ്ടോ? അപ്പോ എന്തായാലും ഇത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരെ? ഈ പറഞ്ഞ സംഭവം. അപ്പോഴാണ് മറ്റൊരാള് വരുന്നത്. എന്താ വെച്ചാല്, ഞാൻ ഈ പേപ്പർ വലിച്ചു. പേപ്പർ ഇങ്ങനെ വലിക്കുമ്പോ പേപ്പർ ഏതവസ്ഥയിലാണ്? മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് മാറി അല്ലെ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു സാധനം ഞാൻ ഇങ്ങനെ വലിച്ചപ്പോ അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക്, നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഈ ബോട്ടിൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ബോട്ടിൽ ഒരു മടിയേക്കാരം.
പെട്ടെന്ന് ഇങ്ങോട്ട് മാറാൻ കഴിയൂല. നമ്മൾ വില ഈ സാധനത്തിലല്ലേ ഈ ബോട്ടിലിന് പെട്ടെന്ന് ചെയ്യാൻ കഴിയൂല, നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് മാറാൻ കഴിയൂല. പകരം എന്തുണ്ടാകും, ഇതിന്റെ ഇടയിൽ ഘർഷണ ബലം ഉണ്ടല്ലോ, ആ ഘർഷണ ബലത്തിന്റെ ഫലമായിട്ട് ഈ ബോട്ടിലിന്റെ താഴ്ഭാഗല്ലേ, ഈ ബോട്ടിലിന്റെ താഴ്ഭാഗം പേപ്പറിന്റെ കൂടെ ഇങ്ങനെ ചലനാവസ്ഥയിലേക്ക് മാറും. ഘർഷണബലം ഉണ്ടായത് കൊണ്ടാണ്, ഘർഷണബലം പറഞ്ഞാൽ ഇങ്ങനെ കൊളത്തി പിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കൊളത്തി പിടിച്ചത് കൊണ്ട് തന്നെ പേപ്പർ വലിക്കുമ്പോൾ പേപ്പറിനോട് കൂടെ ഈ ബോട്ടിലിന്റെ താഴ്ഭാഗവും കൂടി എന്തിലേക്ക് മാറും, ചലനാവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗം എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കാം. ഈ ബോട്ടിലിന്റെ താഴ്ഭാഗം കൂടി മുന്നോട്ട് നീങ്ങി, ഇത് രണ്ടും കൂടി ഇങ്ങനെ ഈ ഭാഗം ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങി. ഈ ബോട്ടിലിന്റെ തലഭാഗം ഇവിടെ തന്നെ നിൽക്കാൻ നോക്കി. മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ബോട്ടിലിന്റെ തലഭാഗം ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ ബോട്ടിലിന്റെ താഴ്ഭാഗം ഇങ്ങോട്ട് നീങ്ങുകയും ചെയ്തു. പേപ്പറിന്റെ കൂടെ ഘർഷണബലം ഉണ്ടായത് കൊണ്ട് ഈ ബോട്ടിലിന്റെ താഴ്ഭാഗവും പേപ്പറും ചലനാവസ്ഥയിലേക്ക് മാറി. പക്ഷേ ബോട്ടിലിന്റെ മുകൾ ഭാഗം അതേ സ്ഥലത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോഴാണ് ഈ ബോട്ടിൽ എന്ത് ചെയ്യാ നോക്കുക, ബോട്ടിൽ മുറിഞ്ഞക്കാണ്ട് ഒരു കഷ്ണം കണ്ടും പോകും, ഒരു കഷ്ണം ഇവിടെ നിൽക്കും ചെയ്യും. അങ്ങനെ ഉണ്ടാവുക, അങ്ങനെയാണോ ഉണ്ടാവുക? ആണോ? അല്ല, പിന്നെ എന്താ ഉണ്ടാവുക, ഈ ബോട്ടിൽ നേരെ മറിഞ്ഞ കണ്ട് ബോട്ടില് മറിഞ്ഞ് താഴത്തേക്കാണ്ട് വീഴും. കാരണം ബോട്ടിലെ തലഭാഗം മാത്രം ഇവിടെ നിൽക്കൂല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരുത്തം വന്നേക്കാണ്ട് നിങ്ങൾ കാല് പിടിച്ചേക്കാണ്ട്, തല പിടിച്ചേക്കാണ്ട് തന്നെയല്ല ചെയ്തത്, തല അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങൾ അറിയാണ്ട് വന്നേക്കാണ്ട് കാല് പിടിച്ചേക്കാണ്ട് ഒരൊറ്റ മതി. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ എന്താ ഉണ്ടാവുക, നിങ്ങൾ എങ്ങണ്ടാ വീഴാൻ ഇങ്ങനെ നിന്നകാണ്ട് നിങ്ങളെ കാല് അങ്ങോട്ട് വലിച്ചു, എങ്ങനെ നിങ്ങൾ വീഴുക, ഇങ്ങനെ അങ്ങോട്ടാണോ വീഴുക അല്ല ബാക്കിലേക്കാണോ വീഴുക, എങ്ങനെ വീഴുക, മുന്നോട്ട് അങ്ങോട്ട് കമിഴ്ന്നിട്ടാണ് വീഴുക, അതല്ല വലിച്ചോണ്ടിരിക്കാൻ വീഴുക, ബാക്കിലേക്ക് വീഴുക. എന്താ അങ്ങനെ, അവിടെ എന്താ ഉണ്ടായി, അവിടെ നമ്മൾ ഈ പറഞ്ഞ സംഭവമാണ്. നിങ്ങളെ കാല് മാത്രം എന്ത് ചെയ്തു, ചലനാവസ്ഥയ്ക്കാണ്ട് മാറി, അങ്ങോട്ട് നീങ്ങിപ്പോയി. കാല് മാത്രം അങ്ങോട്ട് നീങ്ങിപ്പോയി. തല ഇവിടെ തന്നെ നിൽക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയാണ് പോവല്ലേ, അല്ലേ? കാല് മാത്രം അങ്ങോട്ട് നീങ്ങിപ്പോയി, തല ഇവിടെ തന്നെ നിൽക്കാൻ നോക്കുകയാണ്, ഇവിടുന്ന് മാറാൻ നോക്കില്ല. അപ്പൊ ഇവിടെ നിൽക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ മരുന്ന് കെട്ടിക്കണ്ട് ചെയ്യും, അപ്പുറത്തെ സൈഡിലേക്ക് കണ്ട് വീഴും. ഇതാണ് നമ്മളെന്ന് വിചാരിക്കുക, നമ്മുടെ താഴ്ഭാഗം കണ്ട് വീഴും. താഴ്ഭാഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് അങ്ങോട്ട് വീഴും. അതന്നെയാണ് ഈ ബോട്ടിന്റെ കേസിലുണ്ടായത്. നിശ്ചലാവസ്ഥയിൽ നിൽക്കായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ ഭാഗം പെട്ടെന്ന് മുന്നോട്ടെടുത്തപ്പോ നമ്മൾ ബാക്കിലേക്ക് അങ്ങോട്ട് വീണു. ഇവിടെ എന്താ ഉണ്ടായത്, ഈ ബോട്ടിലിന്, നിശ്ചലാവസ്ഥയിലുള്ള ബോട്ടിലിന് പെട്ടെന്ന് എന്തിലേക്ക് മാറാൻ കഴിഞ്ഞില്ല, ചലനാവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞില്ല. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മളെ കാൽഭാഗം കൊണ്ട് ചലനാവസ്ഥയിലേക്ക് മാറി, പക്ഷേ നമ്മുടെ ഈ തലഭാഗത്തിന് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വന്തമായിട്ട് എന്തിലേക്ക് മാറാനുള്ള കഴിവുണ്ടായില്ല, സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് മാറാനുള്ള കഴിവില്ലായ്മ. ആ കഴിവില്ലായ്മയാണ് മക്കളെ നമ്മൾ ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയാം. ഒന്നും കൂടി പറഞ്ഞുതരാ, ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാ. നമ്മൾ എല്ലാവരും ബസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്തത്. എന്താ സംഭവിക്കുക, നമ്മൾ ശരിക്കും ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞോളെ. നമ്മള് വീഴുവോ, ബാക്കിലേക്ക് വീഴുവോ? എങ്ങനെയാ, മുന്നിൽ കാണാം ബാക്കിൽ കാണാം, ശരിക്കും നോക്കില്ല, ബസ് മുന്നോട്ടെടുത്തു. അപ്പൊ നമ്മൾ വീഴുന്നത് മുന്നിലേക്കായിരിക്കോ ബാക്കിലേക്കായിരിക്കോ? ബാക്കിലേക്ക് വീഴും. നമ്മള് ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മളെ കാലും ബസ്സും കൂടി മുന്നോട്ട് പോകാൻ നോക്കും, ചലനാവസ്ഥയിലേക്ക് മാറാൻ നോക്കും. പക്ഷേ നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ നോക്കും, നമ്മുടെ തല ഭാഗം അവിടെ തന്നെ നിൽക്കാൻ ഉള്ള ചെറിയൊരു ശ്രമം നടത്തും. നമ്മുടെ തലക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയൂല, ചലനാവസ്ഥയിലേക്ക് മാറാനുള്ള കഴിവില്ല. ഇനബിലിറ്റി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഇനബിലിറ്റി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചലനാവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു കഴിവില്ലായ്മയുണ്ട്. അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിച്ചത്, ജഡത്വം എന്ന് വിളിച്ചത്. അപ്പൊ ഇതൊരു ജഡത്താണ്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മള് എന്ത് ചെയ്തു, ഒരു ബസ് തന്നെ ആയിക്കോട്ടെ, ഒരു ബസ്സില് ഞാനിങ്ങനെ നിൽക്കുകയാണ്, ബസ് ഒരേ വേഗതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു, ചലനാവസ്ഥയിൽ, ഞാനും ബസ്സൊക്കെ ചലനാവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു, എന്താ സംഭവിക്കുക,
എങ്ങനെയാ വീഴാ? മുന്നിലേക്ക് വീഴും. കാരണം എന്താ? ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കാല് പെട്ടെന്ന് എന്തിലേക്ക് മാറി? എന്റെ കാല് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയിന്റെ അടിയിൽ കാല് പെട്ടെന്ന് എന്തിലേക്ക് മാറി? നിശ്ചലാവസ്ഥയിലേക്ക് മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തലഭാഗം ആ പഴയ പോക്ക് തുടർന്നു കൊണ്ടിരിക്കുകയും നമ്മൾ മുന്നിലേക്ക് മറിഞ്ഞു കെട്ടിയിട്ട് ഒരൊറ്റ വീഴുകയും ചെയ്യും. അവിടെ അതേത് അവസ്ഥയാണ്? ചലനാവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലല്ലോ. ചലിച്ചുകൊണ്ടിരിക്കുന്നു, കാല് മാത്രം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് നിശ്ചലാവസ്ഥയിലേക്ക് മാറി, തലഭാഗം പെട്ടെന്ന് നിശ്ചലാവസ്ഥയ്ക്ക് മാറാൻ കഴിഞ്ഞില്ല, അപ്പൊ മുന്നിലേക്ക് നമ്മൾ വീണു അല്ലെ? അതും ജഡത്വമാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളിങ്ങനെ ഓടി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഓടി വന്നിട്ടാണ്ട് എന്ത് ചെയ്തു? ഓടി വന്നിട്ട് ആ ഓട്ട മത്സരം നടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ 100 മീറ്റർ ഓട്ട മത്സരം നടക്കുകയാണ്, ഓട്ട മത്സരത്തിന്റെ ഫൈനൽ ലൈൻ ഇതാണെന്ന് വിചാരിക്കും. കുറെ കുട്ടികൾ ഇങ്ങനെ ഓടി വന്നാണ്ട് കറക്റ്റ് ലൈനിൽ എത്തുമ്പോൾ ഒറ്റ ബ്രേക്ക് ഇട്ടോ, ഒറ്റ നിൽക്കാതല്ല കുറച്ചുകൂടി മുന്നോട്ട് ഓടും. എന്താ ഉണ്ടാവുക? അപ്പോഴേക്കൂടെ നിൽക്കാൻ കഴിയൂല. കാരണം എന്താ? പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയൂല, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ കഴിയൂല. അതേപോലെ തന്നെയാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് സ്വന്തമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയൂല, ചലനാവസ്ഥയിലേക്ക് മാറാനും കഴിയൂല. ആ കഴിവില്ലായ്മ പ്രത്യേകം പറയാണ്, കഴിവില്ലായ്മയാണ്, കഴിവിനല്ല നമ്മൾ വിളിക്കുന്നത്. ആ കഴിവില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇനർഷ്യ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. മനസ്സിലായിനോ ഇനർഷ്യ എന്താണെന്നുള്ളത്? നമ്മൾ ഇനർഷ്യ എന്നുള്ള ഹെഡിങ് എഴുതാം. ഇനർഷ്യ ജഡത്വം എന്ന് മലയാളത്തിൽ എഴുതാം. എഴുതിയോ? ഓക്കെ, അപ്പൊ നോക്കുക, ഇനർഷ്യന്റെ സ്പെല്ലിംഗ് അറിയില്ലേ? TIA കേട്ടോ, ലാസ്റ്റ് TIA എന്നാണ്, SH അല്ല, TIA എന്നാണ്. INERTIA ഇനർഷ്യ. അപ്പൊ നോക്കാം, ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്താണെന്ന് എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി കഴിവില്ലായ്മ. ഇറ്റ് ഈസ് ദ inability of a body. It is the inability of a body to change. It is state of rest. Or uniform straight line motion. By itself. അതിന് സ്വന്തമായിട്ട് ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ സമചലനത്തിനോ എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് വരുത്താൻ കഴിയില്ല. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് ഇസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം സ്ട്രൈറ്റ് ലൈൻ മോഷൻ ബൈ ഇറ്റ് സെൽഫ്. ഇനി മലയാളത്തിൽ എഴുതാം ജഡത്വം എന്ന് എഴുതാം. എന്നിട്ട് താഴെ എഴുതാം ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ സ്വന്തമായി മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഈ ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത് ഇനർഷ്യ, രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനർഷ്യ ഓഫ് റെസ്റ്റ്, നിശ്ചല ജഡത്വം. ഇതെന്താ അറിയോ? നമ്മൾ നേരത്തെ പറയില്ലേ, സ്വന്തമായിട്ട് എന്ത് ചെയ്യാം,
നമ്മൾ നിൽക്കുന്ന വസ്തു പെട്ടെന്ന് ചലനാവസ്ഥയിലേക്ക് സ്വന്തമായിട്ട് മാറൂല എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയാ. രണ്ടാമത് ബസ്സൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നോട്ട് വീഴുന്ന സംഭവമല്ലേ, അവിടെ എന്തും വിളിക്കും, ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇനർഷ്യ അടുത്തൊരു സബ്ഹെഡിങ് ആയിട്ട് എഴുതാം, ഇനർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം. നിശ്ചല ജഡത്വം എഴുതിയോ? ഇനർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി. It is the inability of a body in its state of rest. It is the inability of a body in its state of rest by itself. രണ്ടാമത് എഴുതാനായിട്ട് അതിന് ഉദാഹരണം എഴുതിയിട്ട് രണ്ടാമത്തെ എഴുതാം. നമുക്ക് നിശ്ചല ജഡത്വം എഴുതിയിട്ട് താഴെ എഴുതാം, ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ, എന്തൊക്കെ എക്സാമ്പിളാ പറ്റുക നിങ്ങൾ എന്നാ പറയും, ഒന്നുകൂടി പറയണം. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക്, ഇംഗ്ലീഷാണ്, ഓക്കെ, നിശ്ചലാവസ്ഥയ്ക്ക് മലയാളക്കാരൻ ഒന്നുകൂടി കേട്ടോളി, നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഇനർഷ്യ ഓഫ് റെസ്റ്റ് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ദ inability of a body. It is the inability of a body to change state of rest, by itself. ഇതെയോ? Yes sir. Yes. ഓക്കെ, അപ്പൊ അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി അതിന്റെ എക്സാമ്പിൾ എഴുതണം. എന്തൊക്കെ എക്സാമ്പിളാ പറ്റുക? നിശ്ചല ജഡത്വത്തിന്, അതായത് ഒരു വസ്തു നിൽക്കുകയാണ്, പെട്ടെന്ന് എന്ത് ചെയ്യൂല, ചലനാവസ്ഥയ്ക്ക് മാറൂല, അതിന് എക്സാമ്പിളുകൾ എന്തൊക്കെയാ പറ്റുക? ആ ബസ്സിന്റെ കാര്യം എഴുതി കൂടെ അല്ലേ? അത് മലയാളക്കാരെ ഉദാഹരണം, ഓക്കെ, ഉദാഹരണം എന്ന് എഴുതിയിട്ട് മലയാളക്കാരെ എഴുതാം. ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ എങ്ങോട്ടാ വീഴ? പിന്നോട്ടാണോ മുന്നോട്ടാണോ? എങ്ങോട്ടാ? മുന്നോട്ടാണോ പിന്നോട്ടാണോ വീഴ? പെട്ടെന്ന് മുന്നോട്ട് എടുക്കുന്ന ബസ്, അപ്പൊ ആ ബസ് പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോ പിന്നോട്ട്. ആ, യാത്രക്കാർ പിന്നോട്ട് വീഴാൻ പോകുന്നു. യാത്രക്കാർ പിന്നോട്ട് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ പിന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇനി ഇംഗ്ലീഷ് എഴുതിക്കോളൂ. when a bus move suddenly in forward direction, when a bus suddenly move in forward, the passengers have tendency to fall in backward. ബാക്കിലോട്ട് വീഴാവാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. ഇനി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ നിങ്ങളെ കയ്യില്? ഓക്കെ, ടെക്സ്റ്റ് ബുക്കില് ഇങ്ങനെ രണ്ട് കോളം കാണാൻ പറ്റും.
സ്റ്റേറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ. അതില് ഇനർഷ്യ ഓഫ് റെസ്റ്റിന്റെ കോളത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ നോക്കി, അതെന്താ പോലും പറഞ്ഞിട്ടുണ്ട്? എന്താ പറഞ്ഞേ? മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. നോക്കാം അത് എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു മാങ്ങയും ഒരു മാങ്ങന്റെ അണ്ടിയും, അണ്ടിയല്ല എന്താ പറയാ, നെട്ടും, പിന്നെന്താ പറയാ, ആ മരമൊക്കെ ഇങ്ങനെ അങ്ങാട് നിൽക്കുന്നു കേട്ടോ. പെട്ടെന്ന് കാറ്റടിച്ചപ്പോ ഈ മരത്തിന്റെ ചില്ല ഒറ്റ ഇളകി. അപ്പൊ ഈ മാങ്ങ അതിന്റെ കൂടെ പെട്ടെന്ന് ഇളകാനുള്ള സമയം കിട്ടൂല, അല്ലെങ്കിൽ എന്താ പറയാ, അതിനുള്ള ഒരു കഴിവുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആടിക്കൊണ്ടിരിക്കും. അതല്ലാതെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനോട് ചലിക്കാൻ കഴിയില്ല. അപ്പൊ കൊമ്പ് മാത്രമാണ്. അപ്പൊ ഈ നെട്ടി പൊട്ടൂലെ, നെട്ട് പൊട്ടിയിട്ട് താഴത്തേക്ക് അങ്ങോട്ട് വീഴും. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അതും ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം. ഒന്ന് എഴുതിയാൽ മതി. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. എന്നിട്ട് അതിന്റെ ഇതേപോലെ പേപ്പറിനോ അല്ലെങ്കിൽ ആ ഗ്ലാസും വെള്ളം കൂടി ടേബിളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരൊറ്റ തള്ളല്, അല്ലെങ്കിൽ എന്താ പറയാ, പെട്ടെന്ന് ആ ഗ്ലാസ് മുന്നോട്ടാ നീക്കി. എന്താ ഉണ്ടാവുക, ആ വെള്ളം അതിൽ നിന്ന് എന്ത് ചെയ്യും, ബാക്കിലോട്ട് തെറിച്ച് വീഴൂലേ? അതും ഇതന്നെയാണ്, ഇനർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വമാണ്. ഇനി അടുത്ത ഹെഡിങ് എഴുതാം, ഇനർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം. ഇതിന്റെ ഇംഗ്ലീഷ് എഴുതിയില്ല നിങ്ങള്? എഴുതില്ല അല്ലെ? ഇനർഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം എന്നുള്ള ഹെഡിങ് എഴുതാം. എഴുതിയോ? എഴുതിക്കോളൂ. It is the inability of a body. It is the inability of a body to change. It is the inability of a body to change state of motion. To change state of motion by itself. To change state of motion by itself. By itself. ഒരു വസ്തു അതിന്റെ ചലനാവസ്ഥയ്ക്ക്, ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള, ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് ചലനജഡത്വം എന്ന് പറയുന്നത്. കഴിവില്ലായ്മയെയാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. എഴുതിയോ? ഇതിന് എക്സാമ്പിൾ കൂടി എഴുതിക്കോളൂ. നമ്മൾ നേരത്തെ പറയില്ല, ബസ്സിന്റെ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ. ബസ് പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പാസഞ്ചേഴ്സ് വിൽ മൂവ് അല്ലെങ്കിൽ ഫാൾ ഇൻ ഫോർവേഡ് അല്ലെ, മുന്നോട്ട് വീഴാൻ പോകും. അതൊന്ന് എഴുതിക്കോളൂ. When a moving bus suddenly braked, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. When a moving bus suddenly braked, so the passengers will fall in forward. The passengers will fall in forward. ചലനാവസ്ഥയിലുള്ള ഒരു ബസ്, ഇതിന്റെ എക്സാമ്പിൾ മലയാളക്കാരെ എഴുതാം. ചലനാവസ്ഥയിലുള്ള ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴുന്നു. എഴുതിയോ? അപ്പളേ ഇപ്പൊ ഈ പറഞ്ഞ ആ ഇനർഷ്യ എന്ന് നിങ്ങൾ ഹെഡിങ് എഴുതിക്കാണ്ട് താഴെ എഴുതിക്കണല്ലോ, ജഡത്വം എന്ന് പറഞ്ഞ സാധനം, അതും വായിച്ചു നോക്കുക. അതേപോലെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വായിച്ചു നോക്കുക. എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? രണ്ടൊന്ന് വായിച്ചു നോക്കി.
നിങ്ങൾ എഴുതിയത് തന്നെയാണ് ഈ ഇനർഷ്യ എന്ന് എഴുതിയതും, അല്ലെങ്കിൽ ജഡത്വം നിശ്ചല ഇതല്ല കേട്ടോ, നിശ്ചല ജഡത്വം എന്നല്ല, ജഡത്വം എന്ന് എഴുതിയതും ആ ഹെഡിങ്ങും അതേപോലെ തന്നെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വായിച്ച് മനസ്സിലാക്കിയിട്ട് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതൊന്ന് പറയും. രണ്ടൊന്നും വായിക്കില്ല രണ്ട്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? നോക്കി, ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഒരു നിശ്ചലാവസ്ഥയിലുള്ള വസ്തു അല്ലെങ്കിൽ അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? അസന്തുലിതമായ ഭാഗ്യബലം വേണം. ജഡത്വത്തിൽ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? ഇനർഷ്യയിൽ എന്താ പറഞ്ഞത്? ഒരു വസ്തുവിന് സ്വന്തമായിട്ട് മാറ്റം വരുത്താൻ കഴിയൂല. സ്വന്തമായിട്ട് മാറ്റം വരുത്താൻ കഴിയൂല എന്ന് പറഞ്ഞാല് അവിടെ എന്ത് വേണം എന്നാ അതിന്റെ അർത്ഥം? അസന്തുലിതമായ ബാഹ്യബലം ഉണ്ടെങ്കിൽ മാറ്റം വരുത്താൻ കഴിയും, അതില്ലെങ്കിൽ കഴിയൂല. രണ്ടും ഒന്ന് തന്നെയല്ലേ പറയണേ? ഏറെക്കുറെ ഒന്ന് തന്നെയല്ലേ പറയണത് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്. ബ്രാക്കറ്റ് നമ്മളവിടെ വിടാൻ പറഞ്ഞു. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഇനർഷ്യ. ലോ ഓഫ് ഇനർഷ്യ ന്യൂട്ടൺ ഒന്നാം ചലന നിയമത്തിന്റെ വേറൊരു പേരാണ്. ആ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക കേട്ടോ, നേരത്തെ വിട്ട ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക. ലോ ഓഫ് ഇനർഷ്യ എന്താ പറയാ? ജഡത്വ നിയമം. ജഡത്വ നിയമം തന്നെയല്ല, ജഡത്വ നിയമം. ജഡത്വ നിയമം എഴുതിയോ? എഴുതിയോ മക്കളെ? ഡ്രൈവിംഗ് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മള് ഒരു ലോറി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലോറി എന്താ പറയാ, ഒരു നമ്മളെ മല ഇങ്ങനെ ഇറങ്ങി വരികയാണ്. രണ്ട് ലോറികളുണ്ട്. ഒന്നിൽ ഫുൾ ലോഡാണ്, ഒന്നിൽ തീരെ ലോഡില്ല. ഏത് ലോറിയാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നിൽക്കുക? ലോഡില്ലാത്തതാണ് അല്ലെ? കാരണം അതിന്റെ മാസ് കുറവാണ്. മാസ് കുറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? മാസ് കുറവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്നല്ല, പെട്ടെന്നത് ചേഞ്ച് വരുത്താൻ കഴിയും. അതേപോലെ തന്നെ അവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പോകുമ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ലോറി സ്റ്റാർട്ടാക്കി ലോഡില്ലാത്ത ലോറി ഓടിച്ചു പോകാനാണോ, അതല്ലെങ്കിൽ എന്താ പറയാ നല്ല ഫുൾ ലോഡായിട്ടുള്ള ലോറി ഓടിച്ചു പോകാനായിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവുക? ഏതിനാ? ലോഡുള്ളതിനാണ്. ഇനി ഒന്നും വേണ്ട, നമ്മൾ ലോറി ഇങ്ങനെ വളവെന്ന് വളക്കാണ്. അതിൽ ഫുൾ ലോഡുള്ള ലോറി വളക്കാനാണോ, ലോഡില്ലാത്ത ലോറി വളക്കാനാണോ ബുദ്ധിമുട്ട്? ലോഡുള്ള. മാസ് കൂടിയതൊക്കെ ഈ ചേഞ്ച് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാസ് കൂടിയതിനൊക്കെ ഈ മാറ്റം വരുത്താൻ, അതായത് അതിനൊക്കെ ഇനർഷ്യ കൂടുതലാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിട്ടാ, ആന നമ്മളെ പുറകെ ഓടി വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഓടണം എന്നാ പഠിച്ചിട്ടുണ്ടേ? അങ്ങനെ പഠിച്ചേക്കണം. എവിടെയെങ്കിലും ആന നമ്മളെ കുത്താൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ഓടണ്ടി? അതാ അങ്ങനെ. എന്താ വളഞ്ഞു തിരിഞ്ഞു പോകാനുള്ള കാരണം? ആനക്ക് വളയാൻ പെട്ടെന്ന് കഴിയൂല. കാരണം ആനക്ക് അലാക്കിന്റെ വലിയ മാസാണ്. വലിയ മാസാണ്. നല്ല തടിയുള്ള സാധനമാണ്. അപ്പൊ ഇതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, തിരിയാനും മറിയാനും ഒന്നും കഴിയൂല. കാരണം അതിന് കുറച്ച് ഇനർഷ്യ കഴിവില്ലായ്മയാണ്. അതാണ് ഇനർഷ്യ എന്ന് പറയുന്നത്. കഴിയൂല എന്ന് പറഞ്ഞാൽ ഇനർഷ്യ. ജഡത്വം എന്ന് മലയാളത്തിൽ പറയും. ഇനർഷ്യ കൂടുതലാണ്, കഴിയും. കാരണം മാസ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇനർഷ്യ കൂടുതലായിരിക്കും, ജഡത്വം കൂടുതലായിരിക്കും. അപ്പൊ അതും കൂടി എഴുതി വെച്ചോളൂ. When mass increases, inertia also increasing. ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം. When mass increases, inertia also increasing. മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടുന്നു. മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടുന്നു. കഴിഞ്ഞില്ലേ മക്കളെ? Yes, sir.
ഇന്ന് നമ്മൾ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിനെ കുറിച്ചും ജഡത്വത്തെ കുറിച്ചും അല്ലെങ്കിൽ ലോ ഓഫ് മോഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇനർഷിയെ കുറിച്ചുമാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടോ മക്കളെ? No, sir. നമ്മൾ നിർത്തല്ലേ? Okay, sir. നിങ്ങളോട് പറയാനുള്ളത്, ഈ ക്ലാസ്സിന്റെ ഏതെങ്കിലും ഭാഗം മിസ്സായതോ അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്തോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അയക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കാണണം. ഇനി എക്സാമുകളൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എല്ലാ ദിവസത്തിനും പകരം ശനിയാഴ്ചയാണ് നടക്കുക കേട്ടോ. അത് എഴുതാത്ത കുറെ ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ഇത് എഴുതാതിരിക്കരുത്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.